നിങ്ങൾ എത്രയേറെ കൊടുക്കുന്നോ അത്രയേറെ നിങ്ങൾക്ക് കിട്ടും. എത്രയധികം ശ്രദ്ധിച്ച് പരീക്ഷ എഴുതുന്നോ അത്രയും തെറ്റുകൾ കുറഞ്ഞിരിക്കും. പ്രതീക്ഷകൾ എത്രയധികം കൂടുന്നോ അത്രയധികം നിരാശപ്പെടേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിൽ പറയുന്നതല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് എക്സാമ്പിൾസ് കഴിയുമ്പോൾ നിങ്ങളത് തനിയെ ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കണം. ഇനി പറ്റുന്നില്ലെങ്കിൽ എന്നോടൊപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. എത്രയധികം ജോലി ചെയ്യുന്നോ അത്രയധികം സമ്പാദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ, ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും. അപ്പോൾ ഇവിടെ പറയുന്നത് എത്രയധികം ജോലി ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ സമ്പാദ്യവും കൂടുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇതെത്ര കൂടുന്നോ അതിനനുസരിച്ച് ഇതും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ദ മോർ യു വർക്ക് ദ മോർ യു ഏൺ എന്നാണ്. അപ്പോൾ ഇവിടെ അറിയാലോ, ഈ മോർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ എത്ര കൂടുതൽ ജോലി ചെയ്യുന്നോ അത്ര കൂടുതൽ നിങ്ങൾ സമ്പാദിക്കും എന്നാണ്. ഇനി അടുത്തതും നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, നിങ്ങൾ എത്രയധികം കൊടുക്കുന്നോ അത്രയധികം നിങ്ങൾക്ക് ലഭിക്കും. ദ മോർ യു ഗിവ് ദ മോർ യു റിസീവ്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങളൊന്ന് നോക്കൂ. കാണാമല്ലോ, സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് പാർട്ടുണ്ട്. അത് രണ്ടും ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. ദ മോർ യു ഗിവ് കഴിഞ്ഞിട്ടൊരു കോമ, അത് കഴിഞ്ഞ് ദ മോർ യു റിസീവ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്ത് കണ്ടല്ലോ, ദ മോർ കഴിഞ്ഞ് യു, സബ്ജക്റ്റാണ് യു, ഗിവ് വേർബാണ്. അടുത്ത പാർട്ടിൽ അതേപോലെ ദ മോർ കഴിഞ്ഞ് യു, സബ്ജക്റ്റ് കഴിഞ്ഞ് റിസീവ് വേർബ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പാരലൽ സ്ട്രക്ചർ, ഒരേപോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് രണ്ട് പാർട്ടിലും വരുന്നത്. ഇനി അടുത്തത് നോക്കൂ. നിങ്ങൾ എത്രയധികം പ്രതീക്ഷിക്കുന്നോ അത്രയധികം നിരാശ അനുഭവിക്കും. ദ മോർ യു എക്സ്പെക്റ്റ് ദ മോർ ഡിസപ്പോയിൻറ്റഡ് യു ഫീൽ. കണ്ടോ, ദ മോർ യു എക്സ്പെക്റ്റ് ദ മോർ ഡിസപ്പോയിൻറ്റഡ് യു ഫീൽ. ഇനി ഞാൻ എത്രയധികം ഡയറ്റ് നോക്കുന്നോ അത്രയധികം എൻ്റെ ഭാരം കൂടുന്നേ ഉള്ളൂ. ദ മോർ ഐ വാച്ച് മൈ ഡയറ്റ് ദ മോർ വെയ്റ്റ് ഐ ഗെയിൻ. ദ മോർ ഐ വാച്ച് മൈ ഡയറ്റ് ദ മോർ വെയ്റ്റ് ഐ ഗെയിൻ. പക്ഷേ അടുത്ത വ്യത്യാസമുണ്ട്. ഞാൻ എത്രയധികം നടക്കുന്നോ അത്രയും കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. ദ മോർ ഐ വാക്ക് ദ മോർ കാലറീസ് ഐ ബേൺ. കണ്ടോ, ദ മോർ ഐ വാക്ക് ദ മോർ കാലറീസ് ഐ ബേൺ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതെല്ലാം ദ മോർ എന്ന് പറയുന്ന തരം സ്ട്രക്ചർ ആയിരുന്നല്ലോ. ചിലപ്പോൾ ദ മോർ ദ ലെസ് എന്നും വരാം. അതും ഇതേപോലെ തന്നെയാണ് വരുന്നത്. സെൻറ്റൻസസ് പറയാം. നിങ്ങൾ എത്രയധികം വിഷമിക്കുന്നോ അത്രയും കുറച്ചേ നിങ്ങൾക്ക് ഉറങ്ങാനാവൂ. ദ മോർ യു വറി ദ ലെസ് യു സ്ലീപ്പ്. ദ മോർ യു വറി ദ ലെസ് യു സ്ലീപ്പ്. അപ്പോൾ ഇവിടെ ദ മോർ ദ ലെസ് എന്നാണ് വന്നത്. നമ്മൾ എത്രയധികം ചിലവാക്കുന്നോ അത്ര കുറവേ നമുക്ക് മിച്ചം പിടിക്കാനാവൂ. ദ മോർ വി സ്പെൻഡ് ദ ലെസ് വി സേവ്. കണ്ടോ, ഇവിടെ ദ മോർ വി സ്പെൻഡ്, എത്രയധികം ചിലവാക്കുന്നോ അത്ര കുറവേ നമുക്ക് മിച്ചം പിടിക്കാനാവൂ. ദ ലെസ് വി സേവ്. പക്ഷേ വേണമെങ്കിൽ ഇത് തിരിച്ചും സംഭവിക്കാം. നമ്മൾ എത്ര കുറവ് ചിലവാക്കുന്നോ അത്രയധികം നമുക്ക് മിച്ചം പിടിക്കാനാവും. അപ്പോൾ അവിടെ ദ ലെസ് ദ മോർ എന്ന് വരും. ദ ലെസ് വി സ്പെൻഡ് ദ മോർ വി സേവ്. കണ്ടോ വന്നത്, ദ ലെസ് വി സ്പെൻഡ് ദ മോർ വി സേവ്. ഇതുപോലെ വേറൊരെണ്ണം. ഞാൻ എത്ര കുറച്ച് ഉറങ്ങിയോ അത്രയേറെ ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടു. ദ ലെസ് ഐ സ്ലെപ്റ്റ് ദ മോർ ടയർഡ് ഐ ഫെൽറ്റ്. കണ്ടോ, ദ ലെസ് ഐ സ്ലെപ്റ്റ് ദ മോർ ടയർഡ് ഐ ഫെൽറ്റ്. നമ്മൾ ഇതുവരെ കണ്ട സെൻറ്റൻസസിലെല്ലാം ദ മോർ അല്ലെങ്കിൽ ദ മോർ ദ ലെസ്, അതുമല്ലെങ്കിൽ ദ ലെസ് ദ മോർ, ഇങ്ങനെയല്ലേ നമ്മൾ പാറ്റേൺസ് കണ്ടത്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന എക്സാമ്പിൾസിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പറയുന്ന ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. പ്രായം കൂടുന്തോറും നമ്മൾ കൂടുതൽ അറിവുള്ളവരാകുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദി ഓൾഡർ വി ഗ്രോ ദ വൈസർ വി ബിക്കം. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ കണ്ടല്ലോ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ദി ഓൾഡർ വി ഗ്രോ കോമ ദ വൈസർ വി ബിക്കം. അപ്പോൾ ഇവിടെ കാണാം ഈ രണ്ട് ഭാഗങ്ങളിലും സ്ട്രക്ചർ ഒരേപോലെ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ദി ഓൾഡ് എന്നുള്ളത് കാണാമല്ലോ. ഈ ഓൾഡ് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവാണ്, പ്രായമുള്ളത് എന്നർത്ഥം. അപ്പോൾ പ്രായമുള്ള രണ്ടാളുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ പ്രായമുള്ള ആളെ പറ്റി പറയാൻ നമ്മൾ ഓൾഡ് എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ദ കമ്പാരിറ്റീവ് ഫോം എന്നാണ്. ഓൾഡിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് ഓൾഡ്. അപ്പോൾ ഇവിടെ എന്താ ആദ്യം വന്നിരിക്കുന്നത്? ദി ഓൾഡ്. അത് കഴിഞ്ഞ് എന്താ വന്നത്? വി ഗ്രോ. അപ്പോൾ വി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഗ്രോ വേർബ്. അടുത്ത ഭാഗത്തിലും അതുപോലെ തന്നെ ദ വൈസർ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വേർബ്, വി ബിക്കം. അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ വന്നിരിക്കുന്നതെന്ന് കണ്ടല്ലോ. ദ കമ്പാരറ്റീവ് കഴിഞ്ഞിട്ട്
സബ്ജക്റ്റും വേർബും വരുന്നു ആ രണ്ട് പാർട്ടിലും. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ എത്ര വേഗം വണ്ടി ഓടിക്കുന്നോ അത്ര നേരത്തെ അവിടെ എത്താം. ദ ഫാസ്റ്റർ യു ഡ്രൈവ് ദി ഏർലിയർ യു വിൽ ഗെറ്റ് ദെയർ. കണ്ടല്ലോ, ദ ഫാസ്റ്റർ യു ഡ്രൈവ് ദി ഏർലിയർ യു വിൽ ഗെറ്റ് ദെയർ എന്നാണ് വന്നത്. ഇതേപോലെ ഒരെണ്ണം കൂടെ പറയാം. എത്ര നേരത്തെ ഇറങ്ങുന്നോ അത്രയും നേരത്തെ എത്തും. ദി ഏർലിയർ യു ലീവ് ദ സൂണർ യു വിൽ അറൈവ്. കണ്ടോ, ദി ഏർലിയർ യു ലീവ് ദ സൂണർ യു അറൈവ്. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തെ ഇറങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ എപ്പോൾ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറിനെ നമ്മൾ ഇംഗ്ലീഷിൽ കറലേറ്റീവ് കമ്പാരറ്റീവ്സ് എന്ന് പറയാറുണ്ട്. ഡബിൾ കമ്പാരറ്റീവ്സ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇനി മറ്റൊന്ന് നോക്കാം. നിങ്ങൾ എത്ര ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുന്നോ അത്രയും നന്നായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇംഗ്ലീഷിൽ ദ ഹെൽത്തിയർ യു ഈറ്റ് ദ ബെറ്റർ യു ഫീൽ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഹെൽത്തിയർ എന്ന് പറയുന്നത് ഹെൽത്തി എന്നതിൻ്റെ കമ്പാരറ്റീവ് ഫോമാണ്. അപ്പോൾ ഈ ബെറ്റർ എന്താണ്? ഗുഡ് എന്നതിൻ്റെ കമ്പാരറ്റീവ് ഫോമാണ് ബെറ്റർ. അപ്പോൾ അവിടെയും ആ പാരലൽ സ്ട്രക്ചർ വന്നു. ദ ഹെൽത്തിയർ ദ ബെറ്റർ. കണ്ടല്ലോ. ഇനി അടുത്തൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എത്രയധികം സമയം ഞങ്ങൾ കാത്തു നിന്നോ അത്രയേറെ ഞങ്ങൾ അക്ഷമരായി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വയം ഒന്ന് ശ്രമിക്കാം. കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ആൻസറുമായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്നത് ദ ലോങ്ങർ വി വെയിറ്റഡ് ദ മോർ ഇംപേഷ്യൻറ്റ് വി ഗ്രൂ എന്നാണ്. അല്ലെങ്കിൽ ദ മോർ ഇംപേഷ്യൻറ്റ് വി ബിക്കെയിം എന്നും പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നേ നോക്കൂ. എത്രയേറെ സമയം കാത്തു നിന്നോ, ദ ലോങ്ങർ വി വെയിറ്റഡ്, ഞങ്ങൾ അത്രയധികം ഇംപേഷ്യൻ്റായി. ദ മോർ ഇംപേഷ്യൻറ്റ് വി ബിക്കെയിം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടല്ലോ. ആദ്യത്തെ ഭാഗത്ത് ലോങ്ങർ എന്ന് വന്നു, രണ്ടാമത്തെ ഭാഗത്ത് ദ മോർ ഇംപേഷ്യൻ്റ് എന്നാണ് വന്നത്. ഈ മോർ എന്ന വാക്ക് ഇവിടെ എങ്ങനെയാണ് വന്നത്? ആദ്യത്തെ ഭാഗത്ത് മോർ ഇല്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ അക്ഷമയുള്ളത് എന്നതിനെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ആഡ്ജക്റ്റീവ് ഇംപേഷ്യൻ്റ് എന്നാണ്. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഇംപേഷ്യൻ്റ്. അവിടെ 3 സ്വരങ്ങൾ അല്ലെങ്കിൽ 3 സിലബിൾസ് ഉണ്ട് ആ വാക്കിന്. അപ്പോൾ 2ൽ കൂടുതൽ സ്വരമുള്ള ഒരു ആഡ്ജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ കമ്പാരറ്റീവ് ഫോം നമ്മൾ പറയുമ്പോൾ അവിടെ ER ചേർക്കുകയല്ല ചെയ്യുക, മോർ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ബ്യൂട്ടിഫുളിൻ്റെ കൂടെ ER ചേർത്ത് ബ്യൂട്ടിഫുള്ളർ എന്നല്ലല്ലോ പറയുക, മോർ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുക അല്ലേ? കാരണം ബ്യൂട്ടിഫുൾ ഒരു നീളമുള്ള വാക്കാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ഇംപേഷ്യൻ്റ് ഒരു നീളമുള്ള വാക്കായതുകൊണ്ട് മോർ ഇംപേഷ്യൻ്റ് എന്ന് പറഞ്ഞു. അതേസമയം ആദ്യത്തെ ഭാഗത്ത് നോക്കൂ, ലോങ്, അതൊരു ചെറിയ വാക്കാണ്, നീളം കുറഞ്ഞ വാക്കാണ്. ലോങ് എന്ന് പറയുന്നിടത്ത് ഒരു സ്വരമേ ഉള്ളൂ, ഒരു സിലബിളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലോങ്ങർ എന്ന് കമ്പാരറ്റീവ് ഫോം യൂസ് ചെയ്തത്. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിപ്പോൾ ക്ലിയർ ആയല്ലോ. അടുത്തത് നോക്കാം. ഫ്ലാറ്റിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ വിലയും കൂടും. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ദ ബിഗർ ദ ഫ്ലാറ്റ് ഇസ് ദ മോർ എക്സ്പെൻസീവ് ഇറ്റ് ഇസ്. ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇവിടെയും ഈ വില കൂടുതലുള്ളത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞത്. അത് ഒരു നീളം കൂടിയ ആഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് ദ മോർ എക്സ്പെൻസീവ് എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് നോക്കൂ. ദ ബിഗർ ദ ഫ്ലാറ്റ് ഇസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വേർബ് ഇസ് ആണല്ലേ. അതായത് വേർബ് ശരിക്കും ബി ആണ്, അതിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് ഇസ്. അപ്പോൾ ബി ആണ് വേർബെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ആ ഫോമായ ഇസ് പറയണമെന്നില്ല, അത് നമുക്ക് ഒഴിവാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദ ബിഗർ ദ ഫ്ലാറ്റ് ദ മോർ എക്സ്പെൻസീവ് ഇറ്റ് ഇസ്. അങ്ങനെ പറഞ്ഞാലും മതി. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ പറഞ്ഞു നോക്കാം. കാപ്പിക്ക് കടുപ്പം കൂടുന്തോറും അതിൻ്റെ രുചിയും കൂടും. ഇംഗ്ലീഷിൽ എങ്ങനെ വരും? ദ സ്ട്രോങ്ങർ ദ കോഫി ദ ബെറ്റർ ഇറ്റ് ടേസ്റ്റ്. അപ്പോൾ ഇവിടെ മറക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദ സ്ട്രോങ്ങർ ദ കോഫി ഇസ് ഉണ്ട്, പക്ഷേ അത് ഇസ് ബിയുടെ ഫോം ആയതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയതാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ദ സ്ട്രോങ്ങർ ദ കോഫി ദ ബെറ്റർ ഇറ്റ് ടേസ്റ്റ്. ഇതെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. ദ സ്ട്രോങ്ങർ ദ കോഫി ദ ബെറ്റർ ദ ടേസ്റ്റ്. വ്യത്യാസം കണ്ടോ? ഒരേ അർത്ഥമാണ്. ദ സ്ട്രോങ്ങർ ദ കോഫി ദ ബെറ്റർ ദ ടേസ്റ്റ്. അപ്പോൾ ഇവിടെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഈ രണ്ടാമത് പറഞ്ഞതിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദ സ്ട്രോങ്ങർ കഴിഞ്ഞിട്ട് ദ കോഫി. കോഫി ഒരു നൗൺ ആണല്ലോ. അതേപോലെ അടുത്ത ഭാഗത്തിലും ദ ബെറ്റർ കഴിഞ്ഞിട്ട് ടേസ്റ്റ്. ടേസ്റ്റും ഒരു നൗണാണ്. അപ്പോൾ ആ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം, അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ പറയും? റിസ്ക് കൂടുന്തോറും ലാഭവും കൂടും. റിസ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അപകടത്തിനുള്ള സാധ്യത. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ വരിക? ദ ബിഗർ ദ റിസ്ക് ദ ഗ്രേറ്റർ ദ ഗെയിൻ. അല്ലെങ്കിൽ ലാഭത്തിന് പ്രോഫിറ്റ് എന്നും പറയാം. അപ്പോൾ ദ ബിഗർ ദ റിസ്ക് ദ ഗ്രേറ്റർ ദ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നതെന്ന് കണ്ടല്ലോ. ദ ബിഗർ കഴിഞ്ഞിട്ട് ദ റിസ്ക്, അതൊരു നൗൺ ആണ്. അതിൻ്റെ അടുത്ത ഭാഗം നോക്കൂ, ദ ഗ്രേറ്റർ കഴിഞ്ഞിട്ട് ഗെയിൻ. ഗെയിൻ എന്ന് പറയുന്നതും ഒരു നൗൺ ആണ്, ലാഭം. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
പിന്നെ നമ്മളിപ്പോൾ കണ്ട പല സെൻറ്റൻസസും ഇതിലും ചുരുക്കി നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കണ്ട ഈ ദ മോർ എന്നൊക്കെ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് തന്നെ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഷോർട്ടൻഡ് ആയിട്ട് പറയാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് കാപ്പിക്ക് കടുപ്പം വേണോ എന്ന് ചോദിച്ചാൽ, എത്ര കൂടുന്നോ അത്രയും നല്ലത് എന്ന് പറയാൻ നമുക്ക് ഷോർട്ടായിട്ട് പറയാം, ദ സ്ട്രോങ്ങർ ദ ബെറ്റർ. എത്ര കടുപ്പം കൂടുന്നോ അത്രയും നല്ലത്, ദ സ്ട്രോങ്ങർ ദ ബെറ്റർ. കണ്ടോ എത്ര ഷോർട്ടായിട്ട് ഇവിടെ വന്നേന്ന്. അതുപോലെ എത്ര വേഗം ചെയ്യുന്നു അത്രയും നല്ലത് എന്നത് വളരെ ഷോർട്ടായിട്ട് പറയാൻ ദ സൂണർ ദ ബെറ്റർ എന്ന് പറയാം. അപ്പോൾ അവിടെയും വന്നത് ദ കഴിഞ്ഞിട്ട് ആ കമ്പാരിറ്റീവ് ഫോം വന്നു, അത് കഴിഞ്ഞ് വീണ്ടും ദ കഴിഞ്ഞിട്ട് അടുത്ത കമ്പാരിറ്റീവ് ഫോം വന്നു, ദ സൂണർ ദ ബെറ്റർ. മറ്റൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അധികം കാശ് പൊടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാണ് എത്ര വില കുറഞ്ഞത് കിട്ടുന്നോ അത്രയും നല്ലത്. അപ്പോൾ അവിടെ ഷോർട്ടായിട്ട് എങ്ങനെ പറയും, ദ ചീപ്പർ ദ ബെറ്റർ. അപ്പോൾ ഇവിടെ ചീപ്പ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് വില കുറവുള്ളത്, ദ ചീപ്പർ ദ ബെറ്റർ. നിങ്ങൾ വീട്ടിലൊരു പാർട്ടി നടത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു, അയാൾ പറയാണ് അയാളുടെ ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നോട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾ പറയാണ് എത്രയധികം പേര് വരുന്നോ അത്രയും രസമല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദ മോർ ദ മെറിയർ. അതുകൊണ്ട് അവർ കൊണ്ടുവന്നോളൂ, ദ മോർ ദ മെറിയർ എന്നാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ കണ്ട പല സെൻറ്റൻസസിലും നമ്മൾ ആഡ്ജക്റ്റീവ്സിനെയാണ് കമ്പയർ ചെയ്തത് അല്ലേ. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ആഡ്വേർബ്സിനെയും ഇതേപോലെ ഇതേ സ്ട്രക്ചർ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാം. എന്താണ് ഈ ആഡ്വേർബ് എന്ന് പറയുന്നത്? ഒരു പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറയാനാണ് ഈ ആഡ്വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയാം ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നീ എത്രയധികം ശ്രദ്ധിച്ച് എഴുതുന്നോ അത്രയും കുറവ് തെറ്റുകളേ വരുള്ളൂ. അപ്പോൾ എന്താ പറയുക? ദ മോർ കെയർഫുള്ളി യു റൈറ്റ് ദ ഫ്യൂവർ മിസ്റ്റേക്സ് യു മേക്ക്. ദ മോർ കെയർഫുള്ളി യു റൈറ്റ്. കണ്ടോ, ദ മോർ കഴിഞ്ഞ് വന്നത് കെയർഫുള്ളി എന്നാണ്. എങ്ങനെയാണ് എഴുതുന്നത്? ശ്രദ്ധാപൂർവം. കണ്ടോ, കെയർഫുള്ളി ഒരു ആഡ്വേർബാണ്. ദ മോർ കെയർഫുള്ളി യു റൈറ്റ് ദ ഫ്യൂവർ മിസ്റ്റേക്സ് യു മേക്ക്. ഇതുപോലെ ഒരെണ്ണം കൂടെ പറയാം. എത്ര വേഗത്തിൽ നടക്കുന്നോ അത്രയും നേരത്തെ അവിടെ എത്തും. ദ മോർ ക്വിക്ക്ലി യു വാക്ക് ദി ഏർലിയർ യു വിൽ ഗെറ്റ് ദെയർ. ഞാനിവിടെ എന്താ പറഞ്ഞത്? ദ മോർ കഴിഞ്ഞ് വന്നത് ക്വിക്ക്ലി എന്ന വാക്കാണ്, അതൊരു ആഡ്വേർബാണ്. എത്ര വേഗത്തിൽ എന്നാണ് പറയുന്നത്. ദ മോർ ക്വിക്ക്ലി യു വാക്ക് ദി ഏർലിയർ യു വിൽ ഗെറ്റ് ദെയർ. ഇതേപോലെ ഞാൻ നേരത്തെ ഒരെണ്ണം പറഞ്ഞിരുന്നു, ദ ഫാസ്റ്റർ യു വാക്ക് ദി ഏർലിയർ യു വിൽ ഗെറ്റ് ദെയർ എന്ന്. അപ്പോൾ അവിടെ ഞാൻ ഉപയോഗിച്ചത് ഫാസ്റ്റർ എന്ന വാക്കാണ്. അതൊരു ആഡ്ജക്റ്റീവാണ്, പക്ഷേ ഇവിടെ ഒരു ആഡ്വേർബ് ഉപയോഗിച്ചു. അത് മാത്രമാണ് വ്യത്യാസം. ഇന്നത്തെ ലെസൺ ഇവിടെ ഏകദേശം തീരാറായി. ഞാനിവിടെ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാം, അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. സെൻറ്റൻസ് ഇതാണ്: നിങ്ങൾ എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം അത് ഓർമ്മിക്കും. കേട്ടല്ലോ, നിങ്ങൾ എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയധികം നിങ്ങളത് ഓർമ്മിക്കും. അപ്പോൾ തെറ്റ് കൂടാതെ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യൂ. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അധികം താമസിയാതെ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും വരാം. ബൈ.